Hi friends, welcome to Road to Bethlehem. ഇന്ന് ഡേ 11 ഏല. ഇന്ന് നമ്മൾ സ്ട്രോങ് ഡേവിഡിനെ ബൈബിളിൽ പരിചയപ്പെടും. ഫാമിലി ആയിട്ട് റിഫ്ലക്ട് ചെയ്യേണ്ട ബൈബിൾ ഭാഗം 1 സാമുവേൽ 17-ാം അധ്യായം 19 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. Our first segment, the Bible word. ഇന്ന് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന വചനഭാഗം 1 സാമുവേൽ 17-ാം അധ്യായം 19 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ കാണുക. നിനക്കിവിടെ എന്താ കാര്യമെന്നും ചോദിച്ച് ദാവീദിന്റെ ചേട്ടൻ ദാവീദിനെ വഴക്കു പറയുന്നു. സാവൂൾ രാജാവ് നീ ചെറുപ്പമല്ലേ എന്ന് ചോദിക്കുന്നു. ഗോലിയാത്തിനാണെങ്കിലോ ദാവീദിനെ കണ്ടപ്പോൾ പുച്ഛം തോന്നി എന്നാണ് വചനത്തിൽ പറയുന്നത്. ഇതേ ദാവീദാണ് മല്ലനായ ഗോലിയാത്തിനെ നിസ്സാരമായ ഒരു കല്ല് വെച്ച് എറിഞ്ഞു വീഴ്ത്തുന്നത്. കണ്ടോ, ദൈവത്തിനൊരാളെ ഉയർത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഉത്സാഹം കെടുത്തുന്ന വാക്കുകൾ കേൾക്കേണ്ടി വരാം. അപ്പോഴൊക്കെ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് എനിക്ക് പോലും തോന്നിപ്പോകാം. പക്ഷെ അങ്ങനെയല്ല. ഓരോ സൃഷ്ടിയും ദൈവത്തിൻ്റെ പദ്ധതിയാണ്, മാസ്റ്റർ പീസാണ്. ദൈവം കൂടെയുണ്ടെന്ന് ദാവീദിന് ഭയങ്കര വിശ്വാസമായിരുന്നു. ദാവീദിനെ പോലെ നമ്മുടെ കൂടെയും ദൈവമുണ്ടെന്ന് ഉറപ്പുവരുത്താം. അപ്പോൾ തക്ക സമയത്ത് പരിഹസിച്ചവർക്ക് മുൻപിൽ അവിടുന്ന് നമ്മെ ഉയർത്തിക്കൊള്ളും. എൻ്റെ ജീവിതം സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി തീരുകയും ചെയ്യും. മാത്രമല്ല, ആരെയും നിസ്സാരരായി കാണാതിരിക്കാൻ നമുക്കും പ്രത്യേകം പരിശ്രമിക്കാം. എപ്പോഴും ദൈവത്തോട് ചേർന്ന് ജീവിക്കാനും എന്നെക്കുറിച്ചുള്ള അവിടുത്തെ പദ്ധതികൾ നിറവേറ്റാനുമുള്ള കൃപ വചനഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് വർഷിക്കപ്പെടട്ടെ. അപ്പോൾ മറക്കാതെ വായിക്കാം 1 സാമുവേൽ 17-ാം അധ്യായം 19 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. ഡേവിഡിന്റെയും ഗോലിയാത്തിന്റെയും കഥ സൂപ്പർ ആയിരുന്നു അല്ലേ? അതെ, നമുക്ക് വീണ്ടും ഒരു അടിപൊളി കഥ കേൾക്കാം. അടുത്ത സെഗ്മെന്റ് സ്റ്റോറി ടൈം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു 3 സഹോദരങ്ങളുടെ കഥയാണ് പറയാൻ പോകുന്നത്. ബ്രാഡും ബ്രൈറ്റും മേഗനും. അവർ നല്ല സ്നേഹമുള്ള സിബ്ലിങ്സ് ആയിരുന്നു. പക്ഷെ എന്തെന്നറിയോ, ഇടയ്ക്ക് ചില സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലു പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ പറയും, നിങ്ങളിങ്ങനെ തല്ലു പിടിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും മേഗൻ എന്ന് പറയുന്ന കുഞ്ഞാവ, അവൾക്ക് ഭയങ്കര പിടിവാശിയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ ഒരു ദിവസം അടുത്ത നാട്ടിൽ ഭൂകമ്പം ഉണ്ടായിട്ട് ആളുകളുടെ വീടൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം പത്രത്തിൽ ആ വാർത്ത വരികയാണ്, വീടും അവരുടെ സകല വസ്തുക്കളും നഷ്ടപ്പെട്ട ഒരമ്മയും 2 കുഞ്ഞുങ്ങളും കൂടെ ഇരിക്കുന്ന ഒരു ചിത്രം പത്രത്തിൽ വന്നു. അപ്പം അമ്മ വേഗം ഈ പത്രമൊക്കെ വായിച്ച് വൈകുന്നേരം ആയപ്പോൾ ഈ പേപ്പർ കട്ടിങ് എടുത്ത് ഈ പിക്ചറും ആ വാർത്തയെല്ലാം കൂടെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൻ്റെ പുറത്ത് ഒട്ടിച്ച് വെച്ചിരുന്നു. അപ്പം ഈ 3 പേരും ഇടയ്ക്ക് വന്നപ്പോൾ അമ്മ ഇതെന്താ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊന്ന് വായിച്ച് നോക്ക് എന്ന് അമ്മ പറയാണ്. അപ്പോൾ ഇവർ വായിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് സങ്കടമായി. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഇവർ 3 അമ്മയും മക്കളും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്, എന്താണ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ പറയണം, അമ്മ ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാം, അങ്ങനെ എങ്കിൽ നിങ്ങൾ കൊടുക്കാനുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പോൾ ഇവർക്ക് ശരിക്കും എന്താ പറയുക, വഞ്ചിയിൽ ഇട്ട ഒരു കുട്ടി പൈസ ഉണ്ടായിരുന്നു, ഡ്രസ്സ് എടുത്തു, അവർ പേസ്റ്റ്, സോപ്പ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എടുത്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം മമ്മി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കുറച്ച് കളിപ്പാട്ടങ്ങളും കൂടി കൊടുക്കുക, കുഞ്ഞു പിള്ളേരല്ലേ അവരും കളിക്കട്ടെ എന്ന് പറയും. അപ്പം ഓരോരുത്തർ പോയി കളിപ്പാട്ടമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പം മമ്മിയെ ശരിക്കും പറഞ്ഞ് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. ഈ മേഗൻ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാവക്കുഞ്ഞുണ്ടായിരുന്നു. ആ പാവക്കുഞ്ഞിനെ മാഗി എന്ന് ഭയങ്കര സ്നേഹത്തോടെ അവൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവള് എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പാവക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. മിക്കപ്പോഴും ഈ പാവക്കുഞ്ഞ് ചേച്ചിയോ ചേട്ടനോ എടുക്കുമ്പോൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾ മമ്മി ചോദിച്ചു, മേഘ നിനക്ക് സങ്കടം വരില്ലേ ഈ പാവേനെ കൊടുത്തു കഴിഞ്ഞാൽ? അപ്പോൾ ഇവളൊന്നും മിണ്ടാതെ നിന്ന്, നമുക്ക് വിഷമമാണെങ്കിൽ അത് കൊടുക്കണ്ട, വേറെ ടോയ് കൊടുത്താൽ മതി എന്ന് പറയും. അപ്പം മേഘൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, മമ്മി എനിക്ക് ഈ പാവക്കുട്ടിയെ എൻ്റെ കൈ പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ ശരിക്കും സങ്കടപ്പെട്ടിരിക്കുമല്ലേ, അപ്പോൾ ഈ പാവക്കുട്ടിയെ കിട്ടുമ്പം അവന് സന്തോഷിക്കട്ടെ. എത്ര ബ്യൂട്ടിഫുള്ളല്ലേ. അപ്പം അത് ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത്, നമുക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ് അല്ലേ, നമുക്കുള്ളതൊക്കെ നമ്മൾ കൊടുക്കും.
നമുക്ക് ചിലപ്പോൾ ഷെയറിംഗ് ഒക്കെ ഭയങ്കര സന്തോഷം. പക്ഷെ നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യം, ഒത്തിരി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി സങ്കടമൊക്കെ വരും അല്ലേ? പക്ഷേ ക്രിസ്മസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് എന്താ? ഈശോ മുഴുവനായി അല്ലേ, ഒന്നും പിടിച്ചു വെക്കാതെ, ഒട്ടും സെൽഫിഷ് ആകാതെ ഈശോ ഫുള്ളി നമുക്ക് വേണ്ടി തന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ഒന്ന് പരിശ്രമിച്ചാലോ, നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള, നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ച് നമ്മൾ കൈവച്ചിരിക്കുന്ന ചില സംഗതികളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സായിരിക്കാം, ടോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും സംഗതികളായിരിക്കാം. അതൊന്ന് ഷെയർ ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചാൽ, അപ്പോൾ ഈ മേഘൻ്റെ ഈ ഒരു എക്സാമ്പിൾ നമുക്കും ഒന്ന് ലൈഫിൽ പകർത്താൻ നോക്കാം. ചെയ്യില്ലേ? ബൈ. ഇനി നമുക്ക് ബ്രസീലിലെ ക്രിസ്മസ് കാഴ്ചകൾ കാണാം. നമ്മുടെ അടുത്ത സെഗ്മെന്റ് ക്രിസ്മസ് അറൗണ്ട് ദ വേൾഡ്. ബ്രസീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ക്രിസ്മസ്. ബ്രസീലിലും വേനൽക്കാലത്താണ് ക്രിസ്മസ്. വേനൽ അവധി കൂടി ആയതുകൊണ്ട് ആഘോഷങ്ങൾക്ക് മാറ്റ് കൂടുതലാണ്. ഡിസംബർ 25 തന്നെയാണ് ക്രിസ്മസ് ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. എല്ലായിടത്തെയും പോലെ ബ്രസീലിലും ഗ്രാമങ്ങളും തെരുവുകളും നഗരങ്ങളുമെല്ലാം ദീപാലങ്കാരങ്ങളോടെ നയന മനോഹരമായി തീരും. ഈ സമയത്ത് ഉയരമുള്ള ക്രിസ്മസ് ട്രീകൾ കൊണ്ടാണ് കൂടുതലും അലങ്കാരങ്ങൾ. തിരുക്കുടുംബവും തിരുപ്പിറവിയുടെ പശ്ചാത്തലങ്ങളും നിരത്തുകളിലും പള്ളികളിലും വീടുകളിലും എല്ലാം സാധാരണ കാഴ്ചയാണ്. ഈ കാഴ്ചകളൊക്കെ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ ബ്രസീലിലെ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. ക്രിസ്മസിന്റെ തിരുപ്പിറവിയുടെ പശ്ചാത്തലത്തിലുള്ള കുഞ്ഞു കുഞ്ഞു നാടകങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ബ്രസീലിൽ ഈ സമയങ്ങളിൽ അരങ്ങേറും. നാടൊട്ടുക്ക് നടക്കുന്ന ഇത്തരത്തിലുള്ള നാടകങ്ങളും കലാപരിപാടികളും കാണാൻ കുടുംബമൊന്നായി വരികയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് ബ്രസീലുകാർ. ബ്രസീലിയൻ ജനത ക്രിസ്മസ് സമയത്ത് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് പാതിരാ കുർബാനയ്ക്കാണ്. വിശുദ്ധ കുർബാനയിൽ വളരെ ഭക്തി ആദരവോടെ പങ്കെടുക്കുന്നവരാണ് ഇവിടുത്തെ മനുഷ്യർ. ക്രിസ്മസ് ദിനത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പരസ്പരം ആശംസകൾ നേരുന്നത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ക്രിസ്മസ് സമ്മാനങ്ങൾ തിരുപ്പിറവിയുടെ രാത്രിയിൽ തന്നെ കൈമാറുന്നത് ഇവിടുത്തുകാരുടെ ഒരു നല്ല ശീലങ്ങളിലൊന്നാണ്. ഈ സമയം ബ്രസീലിലെ എല്ലാ ദേവാലയങ്ങളും ഒരു വലിയ ഉത്സവത്തിന്റെ അനുഭവമാണ് സമ്മാനിക്കുന്നത്. രക്ഷകനായ ഈശോയുടെ തിരുപ്പിറവിയുടെ സന്തോഷങ്ങൾക്കും പങ്കുവെക്കലുകൾക്കും ആഘോഷ പരിപാടികൾക്കും ശേഷമാണ് എല്ലാവരും സ്വഭവനങ്ങളിലേക്ക് പോകുന്നത്. ക്രിസ്മസിന്റെ അടയാളമായി ബ്രസീലിയൻ ജനത എടുത്തു കാണിക്കുന്നത് സാന്താക്ലോസിനെയാണ്. പാപ്പായി നോയൽ എന്നാണ് ഇവിടുത്തുകാർ സാന്തായെ വിളിക്കുന്നത്. ഗുഡ് ഓൾഡ് മാൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. വേനൽക്കാലമായതുകൊണ്ട് കുട്ടികൾ പാപ്പയായി വേഷമിടുകയും പാപ്പ സമ്മാനം തരുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുകയും ചെയ്യും. ഇവിടുത്തെ കുട്ടികൾ ജനാലക്കരികിൽ അലങ്കരിച്ച സോക്സ് ഒരുക്കി വയ്ക്കും. അതോടൊപ്പം ഈ അവസരത്തിൽ ക്രിസ്മസ് സമയത്ത് ഇവർക്ക് ഓരോരുത്തർക്കും ഒരു സീക്രട്ട് ഫ്രണ്ട് ഉണ്ടാകും. അമീഗോ സീക്രട്ടോ എന്നാണ് പറയുന്നത്. അതിനർത്ഥം സീക്രട്ട് ഫ്രണ്ട് എന്നാണ്. ക്രിസ്മസ് സമയത്ത് ഒരുക്കി വച്ചിരിക്കുന്ന സോക്സിൽ ഈ സീക്രട്ട് ഫ്രണ്ട് വന്ന് സമ്മാനങ്ങൾ ഇട്ടിട്ട് പോകും. സീക്രട്ട് ഫ്രണ്ടിനെ ഇവർക്ക് കാണാൻ പറ്റുന്നത് ക്രിസ്മസ് രാത്രിയിലാണ്. അത്തരം അനുഭവങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് വലിയ സന്തോഷമാണ് നൽകുന്നത്. കരോൾ ഗാനങ്ങളിൽ ഏറെ പഴക്കമുള്ളതും പ്രശസ്തവുമായ സൈലന്റ് നൈറ്റ് എന്ന ഗാനം ബ്രസീലുകാർക്ക് ഏറെ പ്രിയമുള്ളതാണ്. ക്രിസ്മസ് സമയത്ത് ഈ ഗാനം പാടാനും കേൾക്കാനും ഇവിടുത്തുകാർക്ക് വലിയ ഉത്സാഹമാണ്. അതുപോലെ വളരെ സന്തോഷമുള്ള കാര്യം ഡിസംബർ മാസത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഇരട്ടി ശമ്പളം കിട്ടുമെന്നുള്ളതാണ്. ക്രിസ്മസ് ആഘോഷങ്ങളോടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ആയിരിക്കാൻ ഈ വലിയ കാര്യം ബ്രസീലുകാർക്ക് സഹായകമാവാറുണ്ട്. ക്രിസ്മസ് സമയത്ത് പ്രത്യേക ഭക്ഷണങ്ങൾ ബ്രസീലുകാർക്കുമുണ്ട്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം പാകം ചെയ്യുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഫീസ്റ്റ് ഓഫ് എപ്പിഫനിയുടെ അന്നാണ് ബ്രസീലിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ അവസാനിക്കുന്നത്. പാട്ടേക്കാൻ റെഡിയല്ലേ? Our next segment, Carol City. ലെറ്റ്സ് ഗോ.
We are the 5 sisters from Todubara Kutigapallil family. Today in this program, Road to Bethlehem, we are going to sing the song We Are the World. There comes a time when we hear a sudden call, when the world must come together as one. There are people dying, and it's time to lend a hand to life, the greatest gift I've found. We can go on pretending day by day that somewhere will soon make a change. We're all a part of God's great big family, and the truth, love is all we need. We are the world, we are the children, we are the ones who make a brighter day, so let's start giving. There's a choice we're making, we're saving our own lives. It's true, we'll make a better day, just you and me. Well, send them your heart, so they know that someone cares, and their lives will be stronger and free, as God has shown us by turning stone to bread. And so we all must lend a helping hand. We are the world, we are the children, we are the ones who make a brighter day, so let's start giving. There's a choice we're making, we're saving our own lives. It's true, we'll make a better day, just you and me. നമ്മുടെ ആക്ടിവിറ്റി ടൈമിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് സ്ഥലം ഓർമ്മയുണ്ടോ? ഏല. നിങ്ങൾ റെഡിയല്ലേ? ഞങ്ങൾ മാർക്ക് ചെയ്യാൻ പോവാം. ബാ. നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇന്നത്തെ ആക്ഷൻ ഇതാണ്: നിങ്ങൾ റിപ്പീറ്റഡ് ആയി ചെയ്യുന്ന മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക, അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇന്നലെ നൽകിയ ചോദ്യത്തിനുള്ള ഉത്തരം സാംസൺ. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിജയി ശ്രേയസ് ഷെറിനോ, ബി ബ്ലോക്ക്, ഹോംടെക്, ശാസ്ത്രി നഗർ, ബാംഗ്ലൂർ. 11ാം ദിവസത്തെ സമ്മാനത്തിനുള്ള ചോദ്യം ഇതാണ്: ഗോലിയാത്ത് എന്ന മല്ലന്റെ സ്ഥലം ഏതാണ്? ഞാൻ ഒന്നും കൂടെ പറയാം. ഗോലിയാത്ത് എന്ന മല്ലന്റെ സ്ഥലം ഏതാണ്? ലേറ്റ് ആവേണ്ട, ഉത്തരങ്ങൾ വേഗം അയക്കുക. അയക്കേണ്ട നമ്പർ 9605818881. ഒന്നും കൂടിയും പറയാം, 9605818881. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നാളെ കാണാം. Until then, take care. Bye.